പിതാവിനും പുത്രനും പരിശുദ്ധരുമായിരിക്കും എന്നും എന്നേക്കും സ്തുതിയും സ്തോത്രവും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ സ്നേഹിതനായ ബഥാനിയയിലെ ലാസറിനെ ഉയർപ്പിച്ച ദിവസമാണ്. പരിശുദ്ധ സഭ പാഷൻ വീക്കിലേക്ക് കടക്കുന്നതിന് മുമ്പും നോമ്പിൻ്റെ അവസാനത്തിലും ലാസറസിൻ്റെ ഉയർപ്പ് അനുസ്മരിക്കുന്നു. ലാസറസിൻ്റെ ഉയർപ്പിൻ്റെ ഭാഗം വിശുദ്ധനായ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ വളരെ ഭംഗിയായിട്ട് നറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും സുപരിചിതവുമാണ്. പൗരസ്യ സഭയുടെ ആധ്യാത്മികതയിൽ ലാസറിൻ്റെ ശനിയാഴ്ച വളരെ പ്രൊഫൗണ്ട് മിസ്റ്ററി, അഗാധമായ ആഴമായ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന ഒരു ശനിയാഴ്ചയാണ്. ബാഹ്യമായ ആചരണങ്ങൾ ഒക്കെ ഉണ്ടാവാം, പക്ഷേ അതിൻ്റെ കാതൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടതാണ്. ലാസറസ് കർത്താവിൻ്റെ സ്നേഹിതൻ. നമ്മുടെ കർത്താവ് ദൈവവും ലാസറസ് സാധാരണ ഒരു മനുഷ്യൻ. നമ്മുടെ കർത്താവിൽ മനുഷ്യത്വവും ദൈവത്വവും ഒരുപോലെ സമ്മേളിച്ചിരുന്നു. അവൻ കണ്ണുനീർ വാർത്തു. കർത്താവ് ആ മനുഷ്യനോടുള്ള വ്യക്തിപരമായ ബന്ധമായിരിക്കാം അവിടെ കരയുന്നതായിട്ട് നോക്കാം. എന്നാൽ ലാസറസ് മനുഷ്യ കുലത്തിൻ്റെ പ്രതീകമാണെന്നാണ് പൗരസ്യ പിതാക്കന്മാർ പഠിപ്പിക്കുന്നത്. ദ്രവിച്ചു പോകുന്ന മനുഷ്യ ശരീരത്തിൽ ജീവിക്കുന്നവരുടെ പ്രതീകമാണ് ലാസറസ്. ലാസറിൻ്റെ ദ്രവത്വം, അല്ലെ മനുഷ്യകുലത്തിൻ്റെ ദ്രവത്വം, മനുഷ്യജാതിയുടെ ദ്രവത്വം അത് കണ്ട് സ്വർഗത്തിലെ പിതാവിൻ്റെ സങ്കടം വെളിപ്പെട്ടു എന്ന് നമുക്കും ചിന്തിക്കാം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൽ നിന്ന് വന്ന പ്രതികരണമായിട്ടും അതിന് നമുക്ക് കാണാം. എന്നാൽ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തുമ്പോഴും അതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ കാണുകയാണ്. ലാസറിനെ ഉയർപ്പിക്കുന്നത് താൻ ദൈവമാണ് എന്ന് അനേകർക്ക് വിശ്വസിക്കാൻ ഒരു കാരണമായി. യഹൂദന്മാരുടെ കൂട്ടത്തിൽ പുനരുത്ഥാനം വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്തവരുമുണ്ട്. പക്ഷെ അന്ന് അനേകർ ക്രിസ്തുവിൽ വിശ്വസിച്ചു എന്ന് നമ്മുടെ വായിക്കുന്നു. ബഥാനിയിൽ ലാസറിൻ്റെ സഹോദരങ്ങളോട് കർത്താവ് സംസാരിക്കുമ്പോൾ പറഞ്ഞ ഒരു വലിയ സന്ദേശമുണ്ട്. ഐ ആം ദ റിസറക്ഷൻ, ഞാൻ പുനരുത്ഥാനമാകും. ഇത് കർത്താവ് പറഞ്ഞ ഒരു വാക്കുകളും ആഴമില്ലാത്തതല്ല. Every word he uttered is having deep meaning and a mystical meaning. No word is shallow. ഒരു വേർഡും അഗാധമായതല്ല, അല്ലെങ്കിൽ പൊള്ളയായിട്ടുള്ള വാക്കുകളല്ല. കർത്താവ് പുനരുത്ഥാനം ഞാൻ തന്നെ ആകുന്നു എന്ന് പറയുകയും ആ യാഥാർത്ഥ്യം നമുക്ക് മനുഷ്യന് കോംപ്രഹെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് അവിടെ ഡെമൺസ്ട്രേറ്റ് ചെയ്ത് നമുക്ക് കാണിക്കുകയും ചെയ്യും. അതുകൊണ്ട് ലാസറിൻ്റെ ശനിയാഴ്ച എന്ന് പറയുന്നത് പുനരുത്ഥാനം നമുക്ക് സംഗതമാണ്, സാധ്യമാണ് എന്ന് നാം മനസ്സിൽ ഉൾക്കൊള്ളേണ്ട ദിവസമാണ്. പുനരുത്ഥാനം ഇല്ല എങ്കിൽ സഹദേവന്മാർ എന്തൊരു കഷ്ടതയേറ്റു എന്ന് നാം പാടാറുണ്ട്. ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ദിവസം പ്രതി അനേകർ മരിക്കുന്നുണ്ട്, കർത്താവിന് വേണ്ടി കൊല്ലപ്പെടുന്നുണ്ട്. ഇതൊക്കെ പുനരുത്ഥാനത്തിൻ്റെ യാഥാർത്ഥ്യത്തെപ്പറ്റി അഗാധമായ ബോധമുള്ളത് കൊണ്ടാണ് പലരും മരണത്തിന് വിധേയപ്പെടുന്നത്. ആക്സിഡൻ്റൽ ഡെത്തും ഉണ്ടാവാം. ജീവിച്ചിരിക്കുന്ന നമുക്ക് കർത്താവ് പറഞ്ഞ ഈ വാക്ക് നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളേണ്ടതാണ്.
ലാസറസ് ഉയർത്തതിന് ശേഷം ലാസറിനെ കൊല്ലുവാൻ യഹൂദന്മാർ ആഗ്രഹിച്ചു എന്ന് വേദപുസ്തകം നമ്മൾ കാണുന്നു. ലാസറിനെ പറ്റിയുള്ള ചരിത്രം അദ്ദേഹം പറയുന്നതിന് വിശുദ്ധനായിട്ട് ആണ് എല്ലാവരും സഭ കാണുന്നത്. അദ്ദേഹം സ്വന്തം നാട്ടിൽ നിന്ന് സൈപ്രസിലേക്ക് പോയി എന്നും അവിടെ 30 വർഷക്കാലം ജീവിച്ചിരുന്നു. അപ്പോസ്തലന്മാർ അദ്ദേഹത്തെ ബിഷപ്പാക്കിയെന്നുമൊക്കെ ചരിത്രമാണ്. എന്തായാലും ലാസർ പിന്നീട് മരിച്ചു എന്നും നമുക്കറിയാം. അപ്പം ക്രിസ്തുവിലുള്ള നിത്യജീവൻ, പുനരുത്ഥാനം, അതിൻ്റെ ഒരു ഫോർടേസ്റ്റിംഗ് എക്സ്പീരിയൻസാണ് ഇന്ന് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ദേവാലയത്തിലേക്ക് നാളെ കടന്നു ചെല്ലുന്നത് അന്നുണ്ടായിരുന്ന ജനത്തിൻ്റെ പ്രതീക്ഷകളെയെല്ലാം തകിടം മറിച്ചുകൊണ്ട് കഴുതക്കുട്ടിമേൽ രാജാവ് വരുന്നത്. ഹോശാന പാടിയ ജനങ്ങൾ ഒരുപക്ഷെ റോമാ ഗവൺമെൻറ്റിൽ നിന്ന് തങ്ങളെ വിടുവിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും അതിന് വിഘാതമായി കർത്താവിൻ്റെ പ്രതികരണങ്ങൾ കാണുമ്പോൾ ഹോശാന പാടിയവർ അവനെ ക്രൂശിക്കുക എന്ന് പറയുകയും ആ കഷ്ടത നമുക്കായിട്ട് ഏൽക്കുകയും പുനരുത്ഥാനത്തിലേക്ക്, കർത്താവിൻ്റെ പുനരുത്ഥാന തിരുനാളിലേക്ക് ഒരുങ്ങുന്ന സമയമാണ്. അതുകൊണ്ട് ഈ ദിവസത്തെ ഈ ആശംസകൾ വെറും കേവലം ഒരു ദൈവശാസ്ത്രപരമായ ചിന്ത എന്നുള്ളതിനപ്പുറമായി ഹൃദയത്തിൽ നാം ഉൾക്കൊള്ളണം. വി ഹാവ് ടു ഓൺ ദി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്രൈസ്റ്റ്, ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ്. ഇറ്റ് ഷുഡ് ഇൻഫ്ലുവൻസ് അവർ ലൈഫ്. അതുകൊണ്ട് പരിശുദ്ധനായ പൗലോസ്ലീഹ ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 10-11 വാക്കിൽ പറയുന്നുണ്ട്, വല്ല വിധേനയും പുനരുത്ഥാനം പ്രാപിക്കേണ്ടതിന് ഞാൻ വളരെയധികം ശ്രമിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഈ ലോകത്തിലുള്ളതെല്ലാം ചപ്പും ചവറുമായിട്ടുണ്ടെന്ന്. അപ്പം പുനരുത്ഥാനത്തിന് അതികഠിനമായ ശ്രമം, ഒരു സ്പിരിച്വൽ ലേബർ നമുക്ക് ആവശ്യമായിരിക്കും. പൗലോസ്ലീഹ തന്നെ ഓർപ്പിക്കുന്നുണ്ട്, കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിലും വ്യാപരിക്കട്ടെ. അത് അനുദിന ജീവിതത്തിലുണ്ടാകണം. നിങ്ങളുടെ രാഗമോഹങ്ങളെ ക്രൂശിക്കണമെന്ന ഗലാത്യ ലേഖനം പൗലോസ്ലീഹ ഓർപ്പിക്കുന്നുണ്ട്. അത് ഓരോ ദിവസവും അനുതാപത്തിലൂടെ, മാനസാന്തരത്തിലൂടെ ക്രിസ്തുവിൻ്റെ അടുക്കൽ, ക്രിസ്തുവിൻ്റെ കുരിശിനരികിൽ വരുമ്പോൾ നമ്മളിലുണ്ടാകുന്ന ഒരു രൂപാന്തരത്തിൻ്റെ ഭാഗമാണ് ഡിസയർ, ഡിസയർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ക്രമരഹിതമായ നമ്മുടെ ആഗ്രഹങ്ങളെ ക്രൂശിക്കുവാൻ ഈ പാഷൻ വീക്കിൽ നമുക്ക് സാധിക്കണം. അശുദ്ധമായ ആഗ്രഹങ്ങൾ, ക്രമരഹിതമായ ആഗ്രഹങ്ങൾ, ദുരാഗ്രഹങ്ങൾ, അഭിനിവേശങ്ങൾ, കർത്താവിന് യോഗ്യമല്ലാത്ത തരത്തിലുള്ള അഭിനിവേശങ്ങൾ നമ്മുടെ ജഡത്തിൽ വസിക്കുന്നെങ്കിൽ നാം അതിനെ ക്രൂശിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ മാത്രമേ പുനരുത്ഥാനത്തിൻ്റെക്ക് കടന്നു വരുവാൻ സാധിക്കുകയുള്ളൂ. ഈ വാക്കുകളാൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വ്യക്തിപരമായി ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തോട് ചേർന്ന് നിൽക്കുവാൻ ദൈവം ഈ ആഴ്ചക്കാലം, വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ദൈവം കൂടുതൽ ശക്തി നൽകട്ടെ. കർത്താവിൻ്റെ കഷ്ടാനുഭവം പൗലോസ്ലീഹ ഓർപ്പിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഓർപ്പിക്കുന്നു, നാം അവനോടുകൂടെ കഷ്ടത അനുഭവിക്കുന്നില്ലെങ്കിൽ അവനോടുകൂടെ തേജസ്സിൽ നാം പങ്കാളികൾ ആവുകയില്ല. ഷെയറിങ് ഹിസ് സഫറിങ് സോ ദാറ്റ് വി വിൽ ഓൾസോ ഷെയർ ഹിസ് ഗ്ലോറി. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ദൈവം നമ്പരം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തോടെ സന്തോഷിച്ചത്. താങ്ക് യു.